ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശ് ഫുഡ് കഴിക്കാനിരുന്നിട്ട് ആദർശിനെ കഴിക്കാൻ പറ്റുന്നില്ല. ആദർശാണെങ്കിൽ വേണം വേണ്ടാഴ്കയാക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതേ ആദർശ് സാറെ കഴിക്കുക എന്നും പറഞ്ഞതേ അവിടുത്തെ ജോലിക്കാരൻ വന്നു. സാറ് ചോറിനേക്കാൾ കൂടുതൽ കറിയാണല്ലോ സാധാരണ കഴിക്കാറ്, അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പറമ്പിൽ ഏത്താഴ കുഴച്ച് നിൽപ്പുണ്ട്, അതിൻ്റെ കൂമ്പൊടിച്ച് മസാല ഇട്ട് നല്ല തോരനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറയാം. അത് സാധനം ഇഷ്ടമാണെന്നൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ ചേട്ടൻ ഇങ്ങനെ പറയാം. അന്നേരം രാമോട്ടനും ഇരിക്കാൻ പറഞ്ഞു. അയ്യോ വേണ്ട സാറേ, ഞാൻ 2 മണിയെങ്കിലും ആകും ആഹാരം കഴിക്കാൻ, സാറ് കഴിച്ചിട്ട് കഴിച്ചോളാമെന്ന് പറഞ്ഞു. സാറ് കൃത്യസമയത്ത് കഴിക്കുന്ന കൂട്ടത്തിലല്ലേ എന്നൊക്കെ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു. പിന്നെ ആഹാരമൊക്കെ കഴിച്ചിട്ട് പച്ചമോര് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, അടുത്തുള്ള വീട്ടിൽ നിന്ന് നല്ല മോരും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, കടയിൽ നിന്നൊന്നും അല്ല കേട്ടോ, ഒഴിക്കാൻ മോരുകറിയും ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചേട്ടൻ കറി എടുക്കാനും പക്ഷേ ആദർശിന് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കാരണം ഇന്നും എനിക്ക് വിളമ്പി തരുന്നത് അവളാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ ചോറിൽ കൈയിട്ടുകൊണ്ട് തന്നെ ഇരിക്കുക. ചേട്ടൻ പോയി കറിയും എടുത്തുകൊണ്ട് വന്നു. ഇത് സാറെന്താ ഒന്നും കഴിക്കാത്തതെന്ന് ചോദിച്ചു. സാറ് വല്ലതും കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചു. ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശിയും സാറിൻ്റെ അമ്മയും നയനമേടും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അവർ ചോദിക്കുമ്പോൾ കഴിച്ചു എന്ന് എങ്ങനെയാണ് സാറേ ഞാൻ പറയുന്നത്, സാറ് കഴിക്കാൻ പറഞ്ഞു കേട്ടോ. കഴിക്കാതിരുന്നാലോ ശരീരം ക്ഷീണിച്ചു പോകത്തില്ലേ, അപ്പം പിന്നെ എന്നെ ആയിരിക്കില്ല എല്ലാവരും കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെയാ ചേട്ടൻ ഇങ്ങനെ പറയുമ്പം ഞാൻ കഴിച്ചോളാം താമോട്ടാന്ന് പറഞ്ഞു ആദർശ്. അപ്പോൾ താമോട്ടൻ അങ്ങ് പോയി. ആദർശാണെങ്കിൽ അതിനെപ്പറ്റിയും എല്ലാവരെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് റൂമിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ ആലോചനയായിട്ട്. അപ്പോൾ നയനയുടെ കോള് വന്നു. ഹലോ നയനെ, ആദർശേട്ടൻ നിങ്ങൾ കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ കഴിച്ചു, നന്നായിട്ട് കഴിച്ചു എന്ന് ആദർശ്. നീ കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കഴിച്ചു എന്ന് നയനം പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാൻറ്റീനിൽ ഒരു ചേട്ടൻ സഹായത്തിനുണ്ടെന്നും പിന്നെ കിരണും കല്യാണിയും എനിക്കിപ്പം ചേർന്നിട്ടുണ്ടെന്നും അവരുടെ ജോലികൾ മാറ്റി വെച്ചിട്ട് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന കാര്യം ആദർശ് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനും നിങ്ങൾക്കൊപ്പം കൂടേണ്ടതല്ലേ ആദർശേട്ടാന്ന് നയന ചോദിക്കുമ്പോൾ നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് അത് വേണ്ടെന്ന് അവരും പറഞ്ഞത് നയനെ. പിന്നെ കിരണൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പകുതി എനിക്ക് ആശ്വാസമല്ലേ എന്നൊക്കെ ചോദിച്ചു. ആരാണോ നമ്മളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ കണ്ടെത്തും, എന്നിട്ട് അവരെ വേരോടെ ഞാൻ പിഴുതെറിഞ്ഞിരിക്കുമെന്നും ആദർശ് പറയാം. മൂർത്തീസ് ജ്വല്ലറിക്ക് ഇപ്പോൾ ചെറിയൊരു പരുക്ക് പറ്റി, പക്ഷേ ആ പരുക്ക് മാറ്റിയിട്ട് ഞാൻ തിരിച്ചു വരുമെന്ന് ആദർശ് നയനയോട് പറയണം. ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഫോണും അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ആദർശ് അവിടെ ഇരുന്ന് ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനാട്ടോ. മുത്തശ്ശൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. മരുന്ന് എടുത്ത് തരാനൊക്കെ മറന്നു പോയല്ലേ എന്ന് മുത്തശ്ശിയെ കണ്ടപ്പോൾ മുത്തശ്ശൻ ചോദിക്കുക. അപ്പോഴത്തേക്കും അയ്യോ ഞാൻ നയനമോളാണല്ലോ അതൊക്കെ തരാറുള്ളത് എന്ന് മുത്തശ്ശി ചോദിക്കുക. അപ്പോഴേക്കും മുത്തശ്ശൻ മരുന്നൊക്കെ എടുത്ത് കഴിച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അതിന് വേറൊരു അക്ഷരം പോലും അദ്ദേഹം പറഞ്ഞില്ല. പക്ഷെ മുത്തശ്ശിക്ക് അത് ഭയങ്കര വിഷമമായി, മുത്തശ്ശിന് മരുന്ന് കൊടുക്കാത്തത് കൊണ്ടേ. എല്ലാവരും മറന്നുപോയി എന്ന് പറയുമായിരുന്നു, ഭക്ഷണം കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുന്ന ഒരു പതിവുണ്ടല്ലോ എന്ന് മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞു. അല്ല എനിക്കിപ്പോൾ ഇത് കഴിക്കണമെന്ന് നിർബന്ധമില്ല, എങ്ങനെയെങ്കിലും ഈ ആയുസ് ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നൊക്കെ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുമ്പം എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു മുത്തശ്ശി. എല്ലാവരെയും സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും ആരുടെയും മുഖത്തൊരു മാറ്റവും ഇല്ലല്ലോ, കാർമേഘം ഉരുണ്ടുകൂടിയതുപോലെയാണല്ലോ എന്നൊക്കെ മുത്തശ്ശി. ഇപ്പോൾ വില്ലൻ ഞാനായല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കാട്ടോ മുത്തശ്ശിയോട്. അപ്പോൾ അത് കേട്ടപ്പോൾ മുത്തശ്ശി ഒന്ന് കരഞ്ഞു. ആദർശ് പോയതിന് ശേഷം അവനെ ഒന്ന് വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്തിനാ അവനെ വിളിക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നു മുത്തശ്ശനെ. അപ്പോൾ ഇത് കേട്ട് ദേവയാനി വന്നു. ബിസിനസ്സുകാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ അമ്മേ എന്നും പറഞ്ഞു. വിജയിച്ചവരെ മാത്രമല്ലേ അവർ പരിഗണിക്കൂ വിളിക്കൂ എന്നൊക്കെ മുത്തശ്ശനോടും അമ്മയോടുമായിട്ട് പറയുക ദേവയാനി. അപ്പോൾ നമ്മുടെ ദേവയാനി മുമ്പ് കമ്പനി എത്ര സേവിച്ചവരാണെങ്കിലും അവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് ഒരു പരിചയം പോലും നടിക്കില്ല എന്നും ദേവയാനി മുത്തശ്ശനോട് പറയുവാണ്. പിന്നെ കുടുംബവും ബിസിനസ്സും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുതെന്ന് അച്ഛൻ 40 വട്ടവും പറയാറുണ്ടായിരുന്നല്ലോ, പിന്നെന്താ ഇപ്പം പറ്റിയതെന്ന് ദേവയാനി ചോദിക്കുക. ഇപ്പം അച്ഛൻ അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഇതൊക്കെ കേട്ട് മുത്തശ്ശനിങ്ങനെ ദേവയാനി തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക, ഒന്നും മിണ്ടുന്നില്ല, അതിന് ഉത്തരം കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ MD സ്ഥാനം രാജിവെച്ച് പുറത്ത് പോകുമ്പോൾ സ്വന്തം കൊച്ചുമോൻ അല്ലാണ്ടാകുമെന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പം ദേവയാനി ഇദ്ദേഹത്തിനോട് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പം ഞാനേ പൊട്ടനല്ല എന്ന് മുത്തശ്ശൻ അന്നേരം പറയും. മുത്തശ്ശൻ കിടുവായിട്ട് സംസാരിക്കാം. അപ്പോൾ നയനമോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ടതാണ്, അതും മനസ്സമാധാനത്തോടെ രുചിയോടെ. ഇവിടെ അതൊന്നുമില്ല എന്ന് പറയുമ്പം നാളെ അവർക്കൊരു കുഞ്ഞ് ജനിക്കുമ്പം ആ കുഞ്ഞിന് ഭക്ഷണം വാരി കൊടുക്കേണ്ടി വരും. അതിനു മുൻപ് ഇപ്പോൾ വേണമെങ്കിൽ മരുമോൾക്ക് നിനക്ക് വാരി കൊടുക്കാം എന്ന് മുത്തശ്ശൻ ദേവയാനിയോട് പറയണം. ഇത് കേട്ടപ്പോൾ ദേവയാനിയുടെ ചോദ്യത്തിന് ഇങ്ങനെയാണോ മറുപടി പറയേണ്ടതെന്ന് മുത്തശ്ശി ചോദിക്കുക. ഒരു സമയത്ത് അമ്മായിമ്മയും മരുമകളും കീരിയും പാമ്പും ഒക്കെ ആയിരുന്നല്ലോ അല്ലേ,
അന്നേരം അച്ഛാ, ആ മരുമോള പിന്നെ എൻ്റെ ജീവൻ നിലനിർത്തിയത്. അവൾ ദാനം തന്ന കരൾ കൊണ്ട് ഞാൻ ഇന്ന് ജീവിക്കുന്നത് തന്നെ എന്ന് ദേവയാനി പറഞ്ഞു. അന്ന് നിനക്ക് കരൾ ദാനമായി കിട്ടിയതുപോലെ ഒരു ഹൃദയം ദാനമായി കിട്ടുമോ എന്ന് മുത്തശ്ശൻ ചോദിക്കുവാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുക. അല്ല, ചിലപ്പോൾ എൻ്റെ ഹൃദയത്തിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ടേ. അങ്ങനെയെങ്കിൽ ഒന്ന് കരുതി വെക്കുന്നത് നല്ലതല്ലേ എന്ന് മുത്തശ്ശൻ പറയുമ്പം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഹൃദയം ഉണ്ടെന്ന് പോലും ആർക്കും തോന്നുന്നില്ല എന്ന് മുത്തശ്ശി പറഞ്ഞപ്പം അപ്പം ഞാൻ പറഞ്ഞത് ശരിയായി, എനിക്ക് ഹൃദയമില്ല, അതുകൊണ്ടാ ഒരു ഹൃദയം കിട്ടുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചത് എന്ന് മുത്തശ്ശൻ ഇവരോട് പറയുമ്പം ദേവയാനി വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല, ഇദ്ദേഹത്തിന് ജ്വല്ലറി മത്സരത്തിന് വന്നതോടെ സമനില തെറ്റിയെന്നാ തോന്നുന്നതെന്നുള്ള കാര്യം പറയുമ്പം അങ്ങനെയെങ്കിൽ ഒരു കാര്യം അച്ഛൻ സമ്മതിക്കണം, അച്ഛൻ ബിസിനസ്സും കുടുംബവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാറുണ്ടെന്നുള്ളത്. അങ്ങനെ എന്തും നിങ്ങൾക്ക് ധരിക്കാം, വേണ്ടാന്ന് ഞാൻ പറഞ്ഞോ എന്ന് മുത്തശ്ശൻ തിരിച്ചു ചോദിച്ചു ദേവയാനിയോട്. അച്ഛൻ 4-5 വർഷമായിട്ടുള്ളൂ ആദർശ് കമ്പനിയുടെ തലപ്പത്ത് വന്നിട്ട്. അതിനുശേഷം അവൻ കമ്പനിക്ക് വേണ്ടി ചോര നീരാക്കുകയായിരുന്നു എന്ന കാര്യം ദേവയാനി മുത്തശ്ശനോട് പറയണം. അച്ഛൻ തന്നെ പറഞ്ഞിട്ടില്ലേ അച്ഛനേക്കാളും നന്നായിട്ട് അവൻ കമ്പനിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. ഇതൊക്കെ കേട്ട് മുത്തശ്ശൻ ചിരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇടയ്ക്കൊരു വീഴ്ച വന്നപ്പം ഇത്രയും പ്രതികാര ചിന്തയോടെ അവനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു അച്ഛാ എന്ന് ദേവയാനി പറഞ്ഞു. അപ്പം നീ ജയനെ കല്യാണം കഴിച്ചതിന് ശേഷമേ എന്നെ കണ്ടിട്ടുള്ളൂ, അതിനു മുൻപേ എന്നെ കണ്ട ആളാണ് ഈ ഇരിക്കുന്ന ഇയാൾ. മക്കൾ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരുടെ അനുഭവം എന്താണെന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം മുത്തശ്ശന് നേരം പറയുക. ആ സമയത്ത് തല്ലണമെങ്കിൽ ഞാൻ തല്ലും, ശാസിക്കണമെങ്കിൽ ഞാൻ ശാസിക്കുകയും ചെയ്യും. അത്രയും നിന്റെ മോൻ്റെ കാര്യത്തിലും ഞാൻ ചെയ്തിട്ടുള്ളൂ, അതവന് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ അച്ഛൻ ശാസിക്കാനുള്ള ഒരവസരവും എൻ്റെ മോനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് ദേവയാനി അന്നേരം പറയണു. പിന്നെ അതുകൊണ്ടാണ് അച്ഛൻ്റെ വാക്കുകൾ അവന് സഹിക്കാൻ കഴിയാതെ പോയത്. അതിനുള്ള പ്രതിവിധി ഞാൻ കണ്ടു, അത്രേ ഉള്ളൂ എന്ന് മുത്തച്ഛൻ പറഞ്ഞപ്പം നയനമോൾ അമ്മയാകാൻ പോകുന്ന സമയത്ത് ആദർശ് ഇവിടെ വേണ്ടതല്ലേ എന്ന് ചോദിച്ചു. വേണമെന്ന് അവനും തോന്നണമായിരുന്നു, അവന് തോന്നിയില്ല എന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാമേ, അച്ഛനെ തിരുത്താൻ അച്ഛന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അമ്പിനും വില്ലിനും അടുക്കാതെ മുത്തശ്ശൻ അങ്ങനെ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക എല്ലാവരുടെയും മുന്നിൽ. അപ്പോൾ ഇദ്ദേഹം ഒന്ന് വിളിച്ചാൽ ആദർശമോൻ തിരിച്ചു വരാതിരിക്കില്ല എന്നും അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയുമ്പോൾ നിർത്തുക എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ അലറലായിരുന്നു മുത്തശ്ശിയുടെ നേരെ മുത്തശ്ശൻ. അങ്ങനെ അവനെ തിരികെ വിളിക്കാൻ അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, നല്ലൊരു ബിസിനസ്സുമാനാണെന്നും ഒരു ഭർത്താവാണെന്നും നാളെ ഒരു അച്ഛനാകാൻ പോകുകയാണെന്നും അവനെ ഞാനെന്നല്ല ആരും തിരികെ വിളിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് മുത്തശ്ശനങ്ങ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തങ്ങ് സംസാരിച്ചു. സ്വന്തം ഇഷ്ടപ്രകാരം പോയവൻ മടങ്ങി വന്നാൽ അവൻ്റെ മുന്നിൽ ആരും വാതിൽ കൊട്ടി അടക്കില്ല എന്ന കാര്യവും മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുക. പക്ഷേ പിണങ്ങിപ്പോയ പക്വതയെത്തിയ മക്കളെ തിരിച്ചു വിളിക്കുന്ന പാരമ്പര്യമേ അനന്തപുരി തറവാടിനില്ല എന്നും മുത്തശ്ശൻ അങ്ങ് പറഞ്ഞു. ഇതൊക്കെ കേട്ട് മുത്തശ്ശി ഇങ്ങനെ അന്തം വിട്ടങ്ങനെ ഇരിക്കുക, മുത്തശ്ശൻ്റെ പറച്ചിലും തീരുമാനമൊക്കെ കേട്ട്. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദർശിനെ കാണാൻ കിരണും കല്യാണിയും വന്നു. ഇവർ രണ്ടുപേരും കൂടെ ഫോണിൽ ഫോട്ടോ എടുത്തതും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇയാളെ ഞാൻ മുംബൈയിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ആദർശം. അപ്പോൾ ഇയാൾക്ക് ദുബായിൽ ചെറിയ തോതിൽ സ്വർണ്ണ ബിസിനസ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിന് മുൻപോ അതിലേക്കൊന്നും ഞങ്ങൾ കടന്നിട്ടില്ലെന്നും ഇയാൾ ജീവിതത്തിൽ 3/4 ഭാഗവും ദുബായിലാണ് ചെലവഴിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വർണ്ണവിലയിൽ ഇത്രത്തോളം മാറ്റമുണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് സ്വർണ്ണത്തിന് ഇത്രയും ബിസിനസ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് ആദർശ് കിരണോട് ചോദിക്കുക. അപ്പോൾ മുൻപ് വാങ്ങിയ സ്വർണം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കുമ്പോൾ പണിക്കൂലി ഈടാക്കേണ്ട കാര്യമില്ലെന്ന് അയാൾ പറഞ്ഞത് എന്ന് പറഞ്ഞു കല്യാണി. പണ്ട് വാങ്ങിച്ച സ്വർണ്ണം എന്ന് പറയുമ്പോൾ അത് കള്ളക്കടത്ത സ്വർണ്ണമാണോ എന്നിങ്ങനെ ആദർശ് ചോദിക്കുക. അത് കേട്ടപ്പം എടാ അങ്ങനെ ഒരു സംശയം നിനക്ക് ഇല്ലേന്ന് ചോദിച്ചു കിരൺ. ഇല്ലേന്ന് ചോദിച്ചാൽ മൂർത്തി ജ്വല്ലറിയുടെ ലേബലിൽ കള്ളക്കടത്ത സ്വർണം വിറ്റഴിച്ചായിരുന്നല്ലോ, അതിൻ്റെ പിന്നിൽ ഈ AN ജ്വല്ലറി ആണോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്നുള്ള കാര്യം ആദർശ് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അഭി ഒരു ചാരനാണ്, അവനെ സൂക്ഷിച്ചേ പറ്റൂ കേട്ടോ എന്ന് കിരൺ അന്നേരം വീണ്ടും ഓർമ്മപ്പെടുത്തി പറയുക. ഇവരുടെ ആങ്ങളയുണ്ടല്ലോ വിക്രം, അത്രയും അപകടകാരിയല്ലെങ്കിലും അതിനടുത്ത് നിൽക്കുന്നവൻ തന്നെയാണ് അഭി എന്ന് പറയുന്നവനും. അതിനടുത്തൊന്നുമല്ല, അവനോടൊപ്പം തന്നെ നിൽക്കുന്നവനാണെന്ന് ആദർശ് അന്നേരം പറയുക. അതിന് സംശയമൊന്നുമില്ലെന്നും. ആ പാവപ്പെട്ട അനഘയെ കൊല്ലാൻ നോക്കിയ കഥകളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും ഒരു ദയയും അനഘയോട് കാണിക്കാൻ അവൻ തയ്യാറല്ല എന്നും കിരൺ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. എത്ര നാൾ അവൻ ചെയ്ത തെറ്റ് നവ്യേച്ചിയോട് പറയാതിരിക്കും ആദർശേട്ടാ എന്ന് കല്യാണി ചോദിച്ചപ്പോൾ അത് പറയാൻ വേണ്ടി നയന തന്നെ ഒരു ശ്രമം നടത്തിയതാണെന്നും ആ സമയത്ത് അച്ഛനാണ് തടഞ്ഞതെന്നും ആ സമയം അവൾക്കത് പറയാൻ പറ്റാതെ പോയി. പക്ഷെ ഒരിക്കൽ നയനയുടെ അമ്മ തന്നെ ആ കാര്യം അവളോട് പറയാനായിട്ട് വീട്ടിലേക്ക് വന്നതാണ്. നവ്യയുടെ സ്വഭാവം ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ. ആ സരയും ഉണ്ടല്ലോ ഇപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് വന്നു. അവളുടെ മറ്റൊരു പതിപ്പാണ് നവ്യ എന്ന് പറയുന്നല്ലോ. അപ്പം 100% നീ പറഞ്ഞ സത്യ. 2 പേരെയും ഒരു നുഖത്തിൽ കെട്ടാം എന്തായാലും.
പക്ഷേ കുറച്ചുകൂടി ഡേഞ്ചറസ് ആണ് സരയു എന്ന കാര്യം അന്നേരം പറഞ്ഞു. അതുപോലെ തന്നെയാണ് നവ്യേച്ചിയും. പിടിവാശിയും ദേഷ്യവും ഒക്കെ കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലല്ലേ ആദർശേട്ടാ എന്ന് കല്യാണിയും പറയണു. സരയുവിൻ്റെ സാഹചര്യമൊക്കെ നവ്യേച്ചിക്കുണ്ടായ ആ രീതിയിൽ തന്നെയായിരിക്കും നവ്യേച്ചിയും പ്രതികരിക്കാൻ പോകുന്നത്. അപ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ പിന്നെ ഇത്രക്കാർ എന്തൊക്കെ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അതുകൊണ്ട് ഒരു ഗുണം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അഭിയും അവൻ്റെ അമ്മയും ചൊൽപ്പടിയിൽ നിർത്താൻ പറ്റുന്നുണ്ട്. എടാ, ഒരു കാര്യം എന്തായാലും നീ ഉറപ്പിച്ചോ, ഇൻറ്റീരിയർ ഡിസൈൻ ഞങ്ങൾ AN ജ്വല്ലറിയിൽ കയറി കഴിഞ്ഞു എന്ന് കിരൺ ആദർശിനോട് പറയുക. ഇനിയിപ്പോൾ ഞങ്ങളുടെ വർക്ക് തീരുന്നതിന് മുൻപ് ആ ഡേവിഡിൻ്റെയും അയാളുടെ ജ്വല്ലറിയെയും പറ്റിയുള്ള A to Z കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞു. ഈ ഡേവിഡിനെ പറ്റി ഞാൻ എൻ്റേതായിട്ടുള്ളൊരു അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെ ഒരാൾ ഇതുവരെ മുത്തശ്ശനെതിരായിട്ട് വന്നിട്ടില്ല എന്ന് ആദർശ് പറയുക. പിന്നെ ഞങ്ങളുടെ ജ്വല്ലറിയായിട്ട് അയാൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന കാര്യവും പറയണം. ഇനിയിപ്പോൾ അയാൾക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെന്ന് ആദർശ് പറയുമ്പം നീ ധൈര്യമായിട്ടിരിക്കടാ, അതൊക്കെ നമ്മൾ കണ്ടെത്തിയിരിക്കും, ഒരു സംശയവും വേണ്ട എന്നും പറഞ്ഞ് കിരണും കല്യാണിയും കൂടി എല്ലാം സെറ്റാക്കി പോകാൻ നോക്കുക. ദേ, നീ വിഷമിക്കണ്ട, നിൻ്റെ ഒപ്പം ഞങ്ങളുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഒരിക്കൽ ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അന്ന് അപ്പോൾ എൻ്റെ അച്ഛനുമായിട്ട് ഞാനും കല്യാണി ലോഹ്യം കൂടിയെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയായിരുന്നു എന്ന കാര്യം കിരൺ ഇങ്ങനെ ആദർശിനോട് പറയുക. അന്ന് നിന്നെപ്പോലെ തന്നെ ഞങ്ങളും ഒരുപാട് വേദനിച്ചതാടാന്നും പറഞ്ഞു. പിന്നെ പക്ഷേ അതേ അമ്മ തന്നെ ഞങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ചില്ലേന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ടാകും, നീ നോക്കിക്കോ അളിയാ, നീ ധൈര്യമായിട്ടിരിക്കടാ എന്നും ഞങ്ങളിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ പോവുകയും ചെയ്തു. ആദർശിരിക്കുക. പിന്നെ നമ്മുടെ നന്ദുവിൻ്റെ കൂടെ നന്ദു ഇങ്ങനെ അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തേക്ക് ഒരു കോൺസ്റ്റബിൾ വന്നു. ആ സമയത്ത് AN ജ്വല്ലറിയുടെ സകല ഡീറ്റെയിൽസും കളക്ട് ചെയ്യണമെന്ന് നന്ദു ഇങ്ങനെ അയാളോട് പറഞ്ഞു. പിന്നെ അവർ ഈ നാട്ടിലെത്തിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, ബിസിനസ് അറിയുന്നവൻ വിജയിക്കുമെന്ന കാര്യവും പറഞ്ഞ്, പക്ഷേ ഇവർ വളഞ്ഞ വഴിയിലൂടെ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ നോക്കുകയാണെന്നും നന്ദു പറയുകയാണ്. അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഉണ്ടെന്നും നന്ദു പറയുവാണേ. അങ്ങനെ മൊബൈലിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ ബിബിൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ശരി മാഡം, അപ്പോൾ ഗ്രീന എന്നാണ് അവളുടെ പേര്, ഫോൺ നമ്പർ ഉണ്ടെങ്കിലും അത് വ്യാജമാണെന്നും പിന്നെ ഇവളും AN ജ്വല്ലറിയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യവും നന്ദു ഇങ്ങനെ അദ്ദേഹത്തിനോട് പറയണു. ഇവള് മലയാളിയാണ്, ചെങ്ങന്നൂരാണ് സ്വദേശി എന്നൊക്കെ പറഞ്ഞു. അതും സത്യാവാനൊന്നും ഇടയില്ല. ഇപ്പോൾ ഫോട്ടോ ബിബിൻ്റെ കയ്യിലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇവൾക്ക് AN ജ്വല്ലറി ആയിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ മാഡം എന്ന് പറഞ്ഞു. ഇവളുടെ വേരുകൾ മുംബൈയിലാണെങ്കിൽ കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും. ഞാൻ മുംബൈ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും നന്ദു പറയുക. അതുപോലെ തന്നെ ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിലോട്ട് ഇവളുടെ ഫോട്ടോ ഞാൻ കൈമാറിയിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നെ AN ജ്വല്ലറിയിലേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള കോൾസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം, എന്നിട്ട് അതിൽ സംശയമുള്ളവ നോട്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു. ശരി മാഡം എന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മുടെ നന്ദുവിൻ്റെ വഴിക്കും പണി തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയുടെ ഹസ്ബൻഡിനെയാണ്. അപ്പോൾ ആ ഡേവിഡുമായിട്ട് സംസാരിക്കുക കേട്ടോ. അപ്പം മുംബൈ പോലീസിനെ അവൾ വരുതിയാക്കിയാലും ഗ്രീനി എന്ന മിടിക്ക് US ജ്വല്ലറിയുടെ PRO ആക്കി അവൻ്റെ അരികിലേക്ക് വിട്ടപ്പോൾ അവന് നേരിയ സംശയം പോലും ഉണ്ടായില്ലെന്ന് പറഞ്ഞ് ഇയാൾ സന്തോഷത്തിൽ തുള്ളിച്ചാടുക. പോലീസിൻ്റെ സഹായത്തോടെ അവളുടെ ഡീറ്റെയിൽസ് തപ്പി നടക്കുകയാണ് എന്നൊക്കെ പറയുമ്പം നമ്മുടെ മോഡൽ നവ്യയുടെ ഒരു അനിയത്തിയുണ്ട് നന്ദു. എനിക്കറിയാടോ, എൻ്റെ മരുമകൾ നവ്യയുടെ അനിയത്തിയെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ടെന്ന് ഇയാൾ ഡേവിഡിനോട് പറയുക. അവളൊരു തീപ്പൊരിയാണെന്നും എനിക്കറിയാം, എന്ന് മാത്രമല്ല അവൾ എൻ്റെ മോന് ഒരു വലിയ ഭീഷണിയുമാണെന്ന് ഇയാൾ പറയുക. അനന്തപുരി തറവാട്ടിൽ നിന്ന് അഭിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതും ലോക്കപ്പിലിട്ട് തല്ലി ചതച്ചതും ഒക്കെ അവളാണെന്ന് ഇയാൾ ഡേവിഡിനോട് പറയുന്നു. അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടടോ എന്നൊക്കെ ഇയാൾ പറയും കേട്ടോ. തിരിച്ചടിയെല്ലാം കൂടെ ഒന്നിച്ചു കൊടുക്കാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതാണല്ലോ നല്ലത് എന്നൊക്കെ ഇയാൾ പറയുകയും ചെയ്തു. ഇവിടെ ഇരട്ടച്ചങ്കുള്ള ആണുങ്ങളായ പോലീസുകാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പിന്നല്ലേ കാരാട്ടയും ബ്ലാക്ക് ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുത്തി കിടന്ന് ചാടുന്നതെന്നൊക്കെ പറഞ്ഞ് പറയുവാണേ. അവൾ അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിലേ അവളുടെ ജോലി മാത്രമല്ല അവളുടെ ഭാവിയും ഞാൻ തകർക്കുമെന്നൊക്കെ ഇയാൾ ഡേവിഡിനോട് പറയുമ്പം ആദർശിന് വേണ്ടി മിക്കവാറും ഇനി അവളായിരിക്കും അന്വേഷണമൊക്കെ നടത്താൻ പോകുന്നത് ഡേവിഡ് പറഞ്ഞപ്പം വീട്ടിൽ നിന്നും ജ്വല്ലറിയിൽ നിന്ന് പുറത്തായപ്പോൾ തന്നെ അവൻ മാനസികമായി തകർന്നു കഴിഞ്ഞു എന്ന് ഇയാൾ പറയുക. അവനൊരു കുഞ്ഞ് ജനിക്കാൻ പോവുമല്ലേ, ആ സമയത്ത് അവൻ്റെ ഭാര്യയ്ക്ക് സന്തോഷവും മാനസിക ഉല്ലാസവും ഒക്കെ കൊടുക്കേണ്ടവൻ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം. അതുകൊണ്ട്
ആ കുഞ്ഞിൻ്റെ ജനനം പോലും സുഖകരമായിരിക്കുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ ഇയാൾ വലിയ പ്രതീക്ഷയോടെ പറയുന്നു. മൂർത്തിയുടെ സ്വഭാവം വെച്ചിട്ട് MDയുടെ സ്ഥാനത്ത് നിന്ന് ആദർശിനെ നീക്കുമെന്നറിയാമായിരുന്നു. പക്ഷേ തറവാട്ടിൽ നിന്ന് പുറത്തുപോയ കൊച്ചുമോനെ അയാൾ തടയേണ്ടതാണ് എന്ന് ഇയാൾ പറയുക. അത് സംഭവിച്ചില്ലല്ലോ. പിന്നെ ഞാൻ ആഗ്രഹിച്ചതിനപ്പുറമാണ് ഇപ്പം എന്തായാലും സംഭവിച്ചിരിക്കുന്നതെന്നും ഇയാൾ പറയുകയും ചെയ്തു. ഈ വിഷുവിന് വീണ്ടും വെടി പൊട്ടുവടോ, അതിന് സംശയമൊന്നും വേണ്ട. ദുബായിലും മുംബൈയിലും മാത്രമല്ല, കേരളത്തിലും നമ്മൾ കൊടി പാറിക്കുവിടോ. മൂർത്തീസ് ജ്വല്ലറിയുടെ മുകളിലേക്ക് AN ജ്വല്ലറി പോകുമ്പോൾ അക്കാര്യം ലോകത്തെ അറിയിക്കുന്നത് ആരായിരിക്കണമെന്ന് തനിക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അനന്തപുരി തറവാടിൻ്റെ മരുമകളായിരിക്കും നമ്മുടെ മോഡൽ നവ്യ എന്നും പറഞ്ഞ് ഇയാൾ വലിയ പ്രതീക്ഷയോടെ പറയുമ്പം വലിയ റിസ്ക് എടുക്കാതെയാണ് നമ്മൾ അവളെ സംഘടിപ്പിച്ചത് അല്ലേ സാർ എന്ന് ചോദിച്ചു. പക്ഷേ അവൾ തരുന്ന മൈലേജ് എത്രയാണെന്ന് തനിക്ക് അറിയാവുന്നതല്ലേ? അപ്പം അതൊക്കെ അറിയാം. മൂർത്തീസ് ജ്വല്ലറിയുടെ മരുമകൾ AN ജ്വല്ലറിയുടെ മോഡലായി എന്നുള്ള വാർത്ത ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഞാൻ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നതേ നമ്മുടെ പരസ്യത്തിന് വേണ്ടിയിട്ടാടോ എന്ന് ഇയാൾ ഡേവിഡിനോട് പറഞ്ഞു. അത് അവൾക്കും ഗുണം ചെയ്യും, നമുക്കും ഗുണം ചെയ്യും. എന്താ പക്ഷെ അവസാനം നമുക്ക് മാത്രമേ അത് ഗുണം ചെയ്യുകയുള്ളൂ എന്ന് ഇയാൾ പറയുന്നു. നവ്യ ചുളിവിൽ അനന്തപുര തറവാട്ടിൽ കയറി കൂടിയവളാണെന്നും അവളൊരു കോടീശ്വരിയാണെന്ന് തെറ്റിദ്ധരിച്ച് എൻ്റെ മോൻ അവളുടെ വലയിൽ വീഴുകയായിരുന്നുവെന്നും ഇയാൾ പറയുക. ചതിയിലൂടെ വന്നവൾ ചതിയിലൂടെ തന്നെ പുറത്തു പോകണമെന്നും പറയുക. അതിനൊക്കെ സമയം ഇഷ്ടം പോലെ ഉണ്ടടോ, വരട്ടെ. അതിനു മുൻപ് അവളെ പരമാവധി മുതലാക്കണം. അതുമാത്രമല്ല, അനന്തപുരി തറവാട്ടിലെ പല രഹസ്യങ്ങളും അറിയാൻ അവന്തികയും അഭിയും ഉണ്ട് നമുക്കിപ്പോൾ. കൂടെ നവ്യ ഇരിക്കട്ടേടോ, പിന്നെന്താ. പിന്നെ അഭിയും ഞാനും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ സാർ എന്ന് ഈ ഡേവിഡ് പറയുമ്പം കാണാനുള്ള മുഹൂർത്തമൊക്കെ ആയി വരുന്നുണ്ടോ എന്ന് അച്ഛൻ പറയണു. പിന്നെ അവനൊരു സ്റ്റാഫ് പോലും ആക്കാതെയാണ് മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് തള്ളിക്കളഞ്ഞത്. അപ്പോൾ അതിനിപ്പോൾ കണ്ടില്ലേ, MD സ്ഥാനം ഒരുത്തനും നഷ്ടപ്പെട്ടു പോയില്ലേ. ഇനി ഒരുത്തനുണ്ട്, ഹനിയെന്ന് പറയുന്നവൻ. അവനെ നമ്മൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ വെറും ചീള് കേസാ. ഏട്ടൻ്റെ തണലിൽ ജീവിച്ച ഒരുത്തനാണവൻ. പക്ഷേ ആദർശ് എന്ന് പറയുന്നവനുണ്ടല്ലോ, അവൻ ഇനി പൊട്ടി മുളയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അവൻ മറ്റൊരു അനന്തമൂർത്തിയാണെന്ന കാര്യവും പറഞ്ഞ് ഇയാൾ പറയണു. ശരിക്കും പറഞ്ഞാലേ അനന്തമൂർത്തിയെക്കാളും ബ്രില്യൻ്റ് ആണവനെന്നും അതൊരു ഭീഷണിയായി തന്നെ നമ്മൾ കരുതണമെന്നും ഇയാളോട് പറയണു. അനന്തപുരി തറവാട് തകരണമെങ്കിൽ ആ തറവാടിൻ്റെ വേറെ അറക്കണമെന്നുണ്ടെങ്കിൽ ആ വൃദ്ധനായ അനന്തമൂർത്തിയെ അല്ല നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, മറിച്ച് അത് ആദർശിനെ തന്നെയാണെന്ന് പറഞ്ഞു. ഇവന്മാർ രണ്ടുപേരും കൂടെ ഭയങ്കര പ്ലാനിങ് ഒക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ആദർശിനെ കേട്ടോ. ആദർശാണെങ്കിൽ കിടന്നപ്പോൾ ആദർശിന് വല്ലാത്ത ബുദ്ധിമുട്ട്. ആദർശനാണെങ്കിൽ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ട് അനുഭവപ്പെടും. ആദർശനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബാഗ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ആ വലിക്കുന്ന സാധനം ഇല്ല. പെട്ടെന്ന് ആദർശ് അതിലെല്ലാം പരതി കിട്ടുന്നില്ല. ആദർശാണെങ്കിൽ ശ്വാസം മുട്ടി ഇങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അങ്ങനെ ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.